Hi guys, welcome to Wings Academy online classes. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് +2 ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്കറിയാം രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലൈവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെജോറിറ്റി ഓഫ് ദ പോർഷൻസ് മിസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഓഫ്ലൈനിൽ മിസ് ഓൾറെഡി എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, സമ്മപ്പ് ചെയ്തിട്ട് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇതിൽ പഠിച്ചിട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം മിസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ബുക്കിൽ എന്ത് ചെയ്യണം, ഇതെല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ് കാണണോടൊപ്പം തന്നെ പഠിച്ച് എഴുതി പോവാ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം ലാഗ് ഒന്നും അടുപ്പിക്കാണ്ട് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രിയില് എല്ലാം ഒന്നും പറഞ്ഞു പോയില്ല, എന്ത് ചെയ്യും, ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, ഗാൽവനിക് സെൽ എന്താണെന്നാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം രണ്ട് ടൈപ്പ് സെൽ ഉണ്ട്. ഒന്നാമത്തതാണ് ഗാൽവാനിക് സെല്ല്, രണ്ടാമത്തതാണ് ഇലക്ട്രോലിറ്റിക് സെൽ അല്ലെ. ഒന്നാമത്തത് ഗാൽവാനിക് സെല്ലും രണ്ടാമത്തെ എന്താണ്, ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. ഓക്കെ, അപ്പൊ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഗാൽവനിക് സെൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, അതൊരു സെല്ലാണ് അല്ലെ. അവിടെ എങ്ങനത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്, കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കെമിക്കൽ എനർജി നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗാൽവനിക് സെല്ല് വഴി നമുക്ക് എന്ത് എനർജി കിട്ടും, ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എന്ത്, ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലാണ് ഗാൽവാനിക് സെല്ലിനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഡാനിയൽ സെല്ലാണ് ഗാൽവാനിക് സെല്ലിനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഡാനിയൽ സെല്ല് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഡാനിയൽ സെൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡാനിയൽ സെൽ എന്താണെന്ന് പഠിക്കാം. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ നോക്കിയേ, രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട് അല്ലെ, രണ്ട് ബീക്കർ എടുത്തിട്ടുണ്ട്. ആ ഒരു ബീക്കറില് മിസ് സിങ്ക് റോഡ് വെച്ചിട്ടുണ്ട്, വേറൊരു ബീക്കറിൽ എന്ത് വെച്ചിട്ടുണ്ട്, കോപ്പർ റോഡ് വെച്ചിട്ടുണ്ട്. ഒരു ബീക്കറില് സിങ്ക് റോഡ് വെച്ചിട്ടുണ്ട്, വേറൊരു ബീക്കറില് കോപ്പർ റോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സിങ്ക് വെച്ചേക്കുന്നത് ഏത് ബീക്കറിലാണോ അവിടെ എടുത്ത് വെച്ചേക്കുന്ന സൊല്യൂഷൻ ആണ് ZnSO4 സൊല്യൂഷൻ. ഏത് സൊല്യൂഷൻ ആണ്, ZnSO4 സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെത് തന്നെ ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ വേണം അതിനിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. സിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്തു, ZnSO4 സൊല്യൂഷൻ എടുത്തു. അപ്പൊ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും, CuSO4 സൊല്യൂഷൻ എടുക്കും അല്ലേ. അപ്പൊ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സിങ്കിനെ നമ്മൾ സൊല്യൂഷൻ കണ്ടെയ്നിങ് സോൾട്ട് ഓഫ് സിങ്കിൽ ഇട്ട് വെച്ചു. അങ്ങനെയാണെങ്കിൽ കോപ്പർ റൈറ്റ് സൈഡിൽ എടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ എവിടെ എടുത്ത് വെക്കൂടാ, ഓഫ് കോഴ്സ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എടുത്ത് വെക്കും. ഓക്കെ, ഇനി നോക്കിയേ, ഇതിലൂടെ സിങ്കും അതേപോലെ തന്നെ കോപ്പറൂടെ കണക്ട് ചെയ്തിട്ട്, സിങ്കിനെയും അതുപോലെ തന്നെ കോപ്പറിനെയും നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്, ബീക്കറിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാവും. എന്തുണ്ടാവും അവിടെ, ഒരു വോൾട്ട് മീറ്റർ ഉണ്ടാവും. ഈ രണ്ട് ഇലക്ട്രോഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വോൾട്ട് മീറ്റർ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് യൂസ് ആക്കുന്നത് എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, ആ സെല്ല് കണ്ടിന്യൂസ്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് സോൾട്ട് ബ്രിഡ്ജ് യൂസ് ആക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോ ZnSO4 സിങ്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ CuSO4 കോപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ട് ഇലക്ട്രോഡിനെയും കണക്ട് ചെയ്തിട്ട് എന്തുണ്ടടാ, ഇവിടെ വോൾട്ട് മീറ്റർ ഉണ്ട്. രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്തിട്ട് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. നമ്മളെടുത്ത് ഇവിടെ ചോദിക്കുക, ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ എഴുതാൻ പറയും, കാഥോഡ് റിയാക്ഷൻ എഴുതാൻ പറയും, അതേപോലെ തന്നെ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെല്ലും എഴുതാൻ പറയും. ആനോഡ് റിയാക്ഷൻ എഴുതാൻ പറയും, കാഥോഡ് റിയാക്ഷൻ എഴുതാൻ പറയും, അതേപോലെ തന്നെ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെല്ലും എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ആനോഡ് റിയാക്ഷൻ എഴുതാം, കാഥോഡ് റിയാക്ഷൻ എഴുതാം, സെൽ റെപ്രസെന്റേഷനും എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, എപ്പോഴും ആലോചിച്ച് വെച്ചോ, ആനോഡ് എന്ന് പറയുമ്പോ റിയാക്ടിവിറ്റി സീരീസില് റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരെ ആയിരിക്കും നമ്മൾ ആനോഡ് ആയിട്ട് എടുക്കാം. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് പഠിക്കണം. അപ്പൊ റിയാക്ടിവിറ്റി സീരീസില്
ശ്രദ്ധിക്കുക, റിയാക്ടിവിറ്റി സീരീസില് റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരായിരിക്കും നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക, ആനോഡ് ആയിട്ട് എടുക്കുക, എപ്പോഴും ആനോഡ് ആയിട്ട് എടുക്കുക. അപ്പൊ സിങ്കിനെയും കോപ്പറിനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? അഫ്കോഴ്സ് സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. കോപ്പർ ഒക്കെ ഏറ്റവും അടിയിൽ വരുന്ന ആളാണ് അല്ലെ. അപ്പൊ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ സിങ്ക് എന്തായിട്ട് എടുക്കും? ഇവിടെ എന്തായിട്ട് എടുക്കും? ആനോഡ് ആയിട്ട് എടുക്കും. അപ്പൊ സിങ്ക് ആണ് എന്ത് ഇവിടുത്തെ ആനോഡ്. ആനോഡിൽ എപ്പോഴും എന്തായിരിക്കും നടക്കുക? ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. എന്തായിരിക്കും? ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റം അയോൺ ആയിട്ട് മാറും അല്ലെ, ആറ്റം അയോൺ ആയിട്ട് മാറും. അപ്പൊ ആനോഡ് റിയാക്ഷൻ നമുക്ക് എഴുതിക്കൂടെ? സിങ്ക് എന്ന് പറയുന്ന ആറ്റം Zn2+ ആയി അല്ലെ, ആറ്റം എന്തായി? അയോൺ ആയിട്ട് മാറി. എങ്ങനെയാണ്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. സിങ്ക് എന്ന് പറയുന്ന ആറ്റം Zn2+ ആയി, ദാറ്റ് മീൻസ് അയോണിക് സ്റ്റേജിലോട്ട് വന്നു, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. ഓക്കെ, അപ്പൊ ആനോഡിന്റെ റിയാക്ഷൻ നമ്മൾ എഴുതി. ഇനി കാഥോഡ് എന്ന് പറയുന്ന ആള് എപ്പോഴും റെഡ്യൂസ് ചെയ്യുന്ന ആളായിരിക്കും അല്ലെ. കാഥോഡിൽ എപ്പോഴും എന്തായിരിക്കും നടക്കുക? റിഡക്ഷൻ ആയിരിക്കും നടക്കുക. ഇവിടുത്തെ കാഥോഡ് ആരാണ്? കോപ്പർ ആണ് കാഥോഡ്. ഇവിടെ നോക്കിയേ, CuSO4 എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക? Cu2++ SO4 2- അല്ലെ. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസ് നമ്മുടെ സിങ്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് എവിടേക്ക് എത്തും? അത് CuSO4 എന്ന് പറയുന്ന സൊല്യൂഷനിൽ എത്തും. ഓക്കെ, അപ്പൊ Cu2+ ആണ് ഈ 2 ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കാഥോഡ് റിയാക്ഷൻ എഴുതിക്കൂടെ? കാഥോഡ് എന്ന് പറഞ്ഞാ ഇവിടെ കോപ്പർ ആണ്. അപ്പൊ Cu2+ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വാങ്ങിക്കും, എന്നിട്ട് അയോണിൽ നിന്ന് അത് ആറ്റമായിട്ട് മാറും. അയോണിൽ നിന്ന് ആറ്റമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആയിരുന്നു, കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആയിരുന്നു. ആനോഡിൽ എന്താ സംഭവിച്ചേ? ആനോഡിൽ സംഭവിച്ചത് Zn എന്ന് പറയുന്ന ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയി. കാഥോഡിൽ എന്താ സംഭവിച്ചത്? Cu2+ ആ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cu എന്ന് പറയുന്ന ആറ്റമായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മുടെ ഓവറോൾ റിയാക്ഷൻ എഴുതാൻ പറയണേ എളുപ്പമല്ലേ? ഇലക്ട്രോൺസ് വെട്ടിക്കളഞ്ഞാൽ മതി. ബാക്കി ആരാ ഇവിടെ ഉള്ളത്? Zn+ Cu2+ gives Zn2++ Cu അല്ലെ. Zn+ Cu2+ gives Zn2++ Cu. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതുക. സെൽ റെപ്രസെന്റേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സെൽ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാ? ആനോഡ് ബാർ കാഥോഡ് അല്ലെ, ആനോഡ് ബാർ കാഥോഡ്. ആനോഡിൽ എന്ത് സംഭവിച്ചു? കാഥോഡിൽ എന്ത് സംഭവിച്ചു? ആനോഡിൽ എന്താ സംഭവിച്ചേ? Zn എന്ന് പറയുന്ന ആള് Zn2+ ആയി. എന്തിന്റെ പ്രസൻസിലാണ്? സോൾട്ട് ബ്രിഡ്ജിന്റെ പ്രസൻസിൽ. അപ്പൊ നമ്മൾ അവിടെ എന്തിട്ട് കൊടുക്കണം? ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി കാഥോഡിൽ എന്താ സംഭവിച്ചത്? Cu2+ എന്ന് പറയുന്ന ആള് Cu ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ആനോഡിൽ ഉണ്ടായ റിയാക്ഷൻ എന്തിന്റെ പ്രസൻസിൽ? സോൾട്ട് ബ്രിഡ്ജിന്റെ പ്രസൻസിൽ. ആൻഡ് കാഥോഡിൽ ഉണ്ടായ റിയാക്ഷൻ. സെറ്റാണോ? അപ്പൊ എന്തിന്റെ ആയാലും സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ എങ്ങനെ എഴുതണം? ആനോഡ് ബാർ കാഥോഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ആനോഡിൽ എന്തുണ്ടായി? ഡബിൾ സ്ലാഷ് കാഥോഡിൽ എന്തുണ്ടായി? സെറ്റാണോ? അപ്പൊ അതും കഴിഞ്ഞു. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ഗാൽവാനിക് സെല്ല്. ഒന്നുകൂടെ പറയുന്നു, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഗാൽവാനിക് സെല്ല് എന്ന് പറയുമ്പോ 2 ബീക്കർ ഉണ്ടാകും. ആ 2 ബീക്കറിലും 2 ഇലക്ട്രോഡ് ഉണ്ടാവും. ആ ഇലക്ട്രോഡ് എവിടെയാ ഡിപ്പ് ചെയ്ത് വെക്കുക? അതിൻ്റെത് തന്നെയായിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിലാണ് അത് ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ആ 2 ഇലക്ട്രോഡിനെയും കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? വോൾട്ട് മീറ്റർ ഉണ്ടാവും. 2 സൊല്യൂഷനെയും കണക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാവും. ഓക്കെ, ഇനി ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ഏത് മെറ്റലാണോ തന്നിട്ടുള്ളത് അതിൽ റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കും എപ്പോഴും ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായിരിക്കും എപ്പോഴും കാഥോഡ്. ദെൻ ആനോഡ് റിയാക്ഷൻ ചെയ്താ, കാഥോഡ് റിയാക്ഷൻ ചെയ്താ. സെൽ റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്താ? ആനോഡ് ബാർ കാഥോഡ്. സെറ്റ് ആണോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ സിങ്കിനെ എടുത്തു. സിങ്കിനെ ZnSO4 ഡിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ സിങ്കിന്റേത് തന്നെ ആയിട്ടുള്ള ഒരു സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചപ്പോഴാണ് സിങ്കിന് എന്ത് ആഗ്രഹം തോന്നിയത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്നുള്ള ആഗ്രഹം തോന്നിയത് അല്ലെ.
അല്ലെങ്കിൽ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ കോപ്പറിന്റേത് തന്നെ ആയിട്ടുള്ള സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചപ്പോഴാണ് കോപ്പറിനെ ഇലക്ട്രോണിനെ വാങ്ങിക്കാം എന്നുള്ള ടെൻഡൻസി തോന്നിയത്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിനെ അതിൻ്റേത് തന്നെ ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോ ആ ഇലക്ട്രോണിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? ഇലക്ട്രോണിനെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഉള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ മിസ് ഒരു ഇലക്ട്രോഡ് എടുത്തു, ആ ഇലക്ട്രോഡിനെ അതിൻ്റേത് തന്നെ ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇറക്കി വെച്ചു. അപ്പൊ ആ ഇലക്ട്രോഡിന് എന്തിനുള്ള ടെൻഡൻസി വരും? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ ഉള്ള ടെൻഡൻസി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്ത് പറയാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാ? ദ ടെൻഡൻസി അല്ലെ, ഒരു ടെൻഡൻസി വരും അല്ലെ, എന്തിനു വേണ്ടിയിട്ടാ? ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺസ്, ഇലക്ട്രോണിനെ കൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങിക്കാനോ. എപ്പോ? when it is in contact with its own salt solution അല്ലെ, അതിൻ്റേത് തന്നെയായിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ആ മെറ്റലിനെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റലിന് എന്തിനുള്ള ടെൻഡൻസി വരും? ഇലക്ട്രോണിനെ കൊടുക്കാനോ ഇലക്ട്രോണിനെ വാങ്ങിക്കാനോ ഉള്ള ടെൻഡൻസി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്ത് പറയാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ഗാൽവാനിക് സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, സെൽ റെപ്രസെന്റേഷൻ. സെറ്റ് ആണോ? ഇനി അടുത്ത ടോപ്പിക് ആണ്, അഫ്കോഴ്സ് ഡാനിയൽ സെൽ പോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്ത്? നോൺ സ്റ്റിക്കേഷൻ ഫോർ ഡാനിയൽ സെൽ. ഓക്കെ, അപ്പൊ നോൺ സ്റ്റിക്കേഷൻ ഫോർ ഡാനിയൽ സെല്ലിന് മിസ് ഇപ്പോ ഒരു ജനറൽ റിയാക്ഷൻ എഴുതിയെന്ന് വിചാരിക്കുക. എ പ്ലസ് BB gives CC plus DD. ഒരു ജനറൽ റിയാക്ഷൻ എഴുതി. ഓക്കെ, ഏതെങ്കിലും റിയാക്ഷൻ എന്ന് വെച്ചാൽ ഈ സൈഡില് പ്രൊഡക്റ്റ് ഉണ്ട്, സോറി ഈ സൈഡിൽ ആരുണ്ട്? റിയാക്ടന്റ് ഉണ്ട്, ആൻഡ് ഈ സൈഡിൽ ആരുണ്ട്? പ്രൊഡക്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു റിയാക്ഷൻ. ഓക്കെ, ഒരു ജനറൽ റിയാക്ഷൻ ഇവിടെ ഇതാണ്. ഓക്കെ, കുഴപ്പമുണ്ടാ? ഇനി ഇവിടെ മിസ് എന്നിട്ടിട്ടില്ലേ, ആ മുമ്പിൽ എടുക്കുന്ന സ്മോൾ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. എന്താ? സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ മിസ് 2NH3 എഴുതാണ്. ഓക്കെ, ഈ 2NH3 എഴുതുമ്പോ ഈ NH3യുടെ മുന്നിൽ കിടക്കുന്ന രണ്ടില്ലേ, ആ രണ്ടാണ് എന്ത്? സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. സെറ്റ് ആണോ? ആ രണ്ടാണ് എന്ത്? സോഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ മിസ് ഒരു ജനറൽ റിയാക്ഷൻ എഴുതി. അപ്പൊ ഇതിന്റെ നോൺ സ്റ്റിക്വേഷൻ മിസ് എഴുതാൻ പോവാണ്. ഓക്കെ, നോൺ സ്റ്റിക്വേഷൻ ഒരു വരിയില്ല, കാണാപ്പാടം പഠിക്കണം. മെയിൻ ഇക്വേഷൻ എന്താ? E cell equal to E naught cell minus 2.303 RT by NF log concentration of product divided by concentration of reactant. ഇതാണ് നമുക്ക് ഏതൊരു ഇക്വേഷൻ തന്നാലും നമുക്ക് അതിൽ നിന്ന് നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ. ഓക്കെ, എന്താണ്? E cell equal to E naught cell minus 2.303 RT by NF log concentration of product divided by concentration of reactant. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത് നമ്മൾ എന്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഇതേപോലെ വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എന്താണ്? Zn plus Cu2 plus gives Zn2 plus Cu. ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചോ, കാരണം നല്ലോണം ആവശ്യം വരും. ഓക്കെ, നിങ്ങൾ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും എഴുതിയിട്ട് കഷ്ടപ്പെടുന്നു വേണ്ടല്ലോ, ഇത് കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ. അപ്പൊ Zn plus Cu2 plus gives Zn2 plus Cu ആണ് എന്തെന്ന് പറയുന്നത്? ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോ ഇയാളാണ് റിയാക്ടന്റ്, ഇയാളാണ് പ്രൊഡക്റ്റ് അല്ലെ. ഇയാളാണ് റിയാക്ടന്റ്, ഇയാളാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ നോക്കാം, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? E cell equal to E naught cell minus 2.303 RT by N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത് അല്ലെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു Zn എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് എന്താവാ? Zn2 plus ആവാ.
CO2 പ്ലസ് എന്ന് പറയുന്ന ആൾക്കാര് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടാണ് Cu ആവാ അല്ലെ. അപ്പൊ എത്ര ഇലക്ട്രോൺ ആണ് ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാക്കി ഇവിടെ ആരുണ്ട്? F ഉണ്ട്. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആരാ ഇവിടത്തെ? ഇവര് അല്ലെ. കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണം. കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്, ബാക്കി ആരുണ്ട് ഇവിടെ? Cu ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ആരൊക്കെയാ? കോൺസെൻട്രേഷൻ ഓഫ് Zn ഉം കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോ കോൺസെൻട്രേഷൻ ഓഫ് Cu ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് Zn ഉണ്ട്. സിമ്പിൾ ആണ്. എപ്പോഴും കോൺസെൻട്രേഷൻ ഓഫ് എ മെറ്റൽ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ ആ 1 നമുക്ക് അവിടെ എഴുതേണ്ട കാര്യമില്ല, അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, അയോൺസിന്റെ കോൺസെൻട്രേഷൻ അല്ല, കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇയാളുടെ 1 ആയിട്ട് പോയി, ഇയാളുടെ 1 ആയിട്ട് പോയി. അത് നമ്മളിപ്പോ നെഗ്ലക്ട് ചെയ്ത് കളയാണ്, അതിനെ എഴുതേണ്ട കാര്യമില്ല അവിടെ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്ത് വരും? E cell equal to E naught cell minus 2.303 RT by NF log concentration of Zn2 plus divided by concentration of Cu2 plus. ഇതാണ് ഇക്വേഷൻ അല്ലെ. ഇനി ഇവിടെ നോക്കുമ്പോ ആറിന്റെ വാല്യൂ എത്രയാടാ? ആറിന്റെ വാല്യൂ നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, 8.314 ആണ് അല്ലെ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ 298 കെൽവിൻ ആയിരിക്കും. എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്, ഫാരഡേസ് കോൺസ്റ്റന്റ് വാല്യൂ 96500 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇവിടെ നോക്കുമ്പോ നമ്മൾ 8.314 ഇട്ട് കൊടുത്തു. ടെമ്പറേച്ചർ അവിടെ നമ്മൾ 298 ഇട്ട് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് ചെയ്ത നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0591 ആയിരിക്കും. എത്ര കിട്ടാ? 0.0591. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താം? ഇക്വേഷൻ E cell equal to E naught cell minus 0.0591 divided by n എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 into log concentration of Zn2 plus divided by concentration of Cu2 plus. ഇതാ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മളുടെ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഇനി ഇവിടെ പ്ലസ് ഇട്ട് നിങ്ങൾ ചിലപ്പോൾ ചില ഇക്വേഷൻ കണ്ടിട്ടുണ്ടാവും. ഒന്നും മേടിക്കണ്ട, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാഥോഡ് പാർട്ടായിരിക്കും മുകളിൽ വരാം. ഓക്കെ, മൈനസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആനോഡ് പാർട്ടായിരിക്കും മുകളിൽ വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാ? ഒരു റിയാക്ഷന്റെ ജനറൽ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ കംപ്ലീറ്റ് റിയാക്ഷൻ ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലോട്ട് അതിനെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? E cell equal to E naught cell minus 2.303 RT by n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. RT by 2F into ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ Zn2 പ്ലസും Cu2 പ്ലസും ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുമ്പോൾ Zn ഉം Cu2 പ്ലസും. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ആയതുകൊണ്ട് നമ്മൾ 1 അവിടെ എഴുതുന്നില്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? E cell equal to E naught cell minus 2.303 RT by 2F log concentration of Zn2 plus, ഇവിടെ 2 ആക്കുന്നുണ്ട് ആൻസർ, log concentration of Zn2 plus divided by concentration of Cu2 plus എന്ന് വരും. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂവും ടെമ്പറേച്ചറും ഫാരഡേസ് കോൺസ്റ്റന്റും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്ത ഇക്വേഷൻ? E cell equal to E naught cell minus 0.0591 divided by 2 into log concentration of Zn2 plus divided by concentration of Cu2 plus എന്ന് വരും. ഓക്കെ, ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഓക്കെ, അപ്പൊ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടാ. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഷീ എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പൊ നേരത്തെ നമ്മള് ഗാൽവാനിക് സെല്ലിൽ നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. 2 ബീക്കറിലും ഓരോ
ഇലക്ട്രോഡ് ഉള്ളത് കൊണ്ട് വോൾട്ട് മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോ ഇവിടെ ഒരു വാല്യൂ കാണിക്കും അല്ലെ. പക്ഷേ ഷീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഷീ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഷീന്റെ ഫുൾ ഫോം ആണ് എന്ത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നേ? സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എപ്പോഴും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് ഒരു ബീക്കർ എടുത്തു. ഓക്കെ, ആ ബീക്കറിലോട്ട് ഒരു പ്ലാറ്റിനം റോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്തിറക്കി വെച്ചിട്ടുണ്ട്? പ്ലാറ്റിനം റോഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലാറ്റിനം റോഡ് ഇറക്കി വെച്ചു. അതേപോലെ തന്നെ അത് എന്തിലോട്ടാ ഇറക്കി വെച്ചത്? 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഏതെങ്കിലും ഒരു അസിഡിക് സൊല്യൂഷനിലോട്ടാണ് ഇറക്കി വെച്ചത്. ഓക്കെ, ഈ പ്ലാറ്റിനം റോഡ് എവിടേക്ക് ഇറക്കി വെച്ചേ? 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഏതെങ്കിലും ഒരു ഹൈഡ്രജന്റെ സൊല്യൂഷനിലോട്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മള് ഹൈഡ്രജൻ ഗ്യാസ് 1 atm പ്രഷറില് ബബിള് ചെയ്ത് കൊടുത്തു. ഓക്കെ, 1 bar പ്രഷറില് ഹൈഡ്രജൻ ഗ്യാസ് ആ പ്ലാറ്റിനം റോഡിലോട്ട് ബബിള് ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഷീ ഉണ്ടാക്കുക നമ്മൾ. ഓക്കെ, ഒരു ബീക്കർ എടുത്തു, അതിലോട്ട് നമ്മൾ 1 മോളാർ കോൺസെൻട്രേഷനിൽ ഏതെങ്കിലും ഒരു അസിഡിക് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. അതിലോട്ട് പ്ലാറ്റിനം റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തൂടാ? H2 ഗ്യാസിനെ ആ പ്ലാറ്റിനം റോഡിലോട്ട് അല്ലെങ്കിൽ ആ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലോട്ട് ബബിള് ചെയ്ത് ഇറക്കി. ഓക്കെ, അപ്പൊ പ്ലാറ്റിനം റോഡ് ഹൈഡ്രജൻ ആയിട്ട് ഫുള്ളി കോട്ടഡ് ആവും. സെറ്റ് ആണോ? അപ്പൊ നോക്കിയേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്ലാറ്റിനം ഇലക്ട്രോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ടാവും, അത് പ്ലാറ്റിനം ബ്ലാക്ക് ആയിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. The electrode is dipped in acidic solution of 1 molar concentration. ആ പ്ലാറ്റിനം ഇലക്ട്രോഡ് എവിടെയാ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 1 molar concentration ഉള്ള ഏതെങ്കിലും ഒരു അസിഡിക് സൊല്യൂഷനിൽ. ഓക്കെ, ഇനി പ്യൂർ ഹൈഡ്രജൻ ഗ്യാസ് at 1 bar pressure and 298 Kelvin is bubbled through it. അല്ലെ, ആ ബീക്കറിലോട്ട് 1 bar പ്രഷറും 298 Kelvin ടെമ്പറേച്ചറുമുള്ള ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ ബബിൾ ചെയ്തിറക്കുന്നു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഇനി എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക? പ്ലാറ്റിനം ബാർ H2 ബാർ H+. ഓക്കെ, പ്ലാറ്റിനം ബാർ H2 ബാർ H+ ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സെൽ റെപ്രസെന്റേഷനും പഠിച്ചു വെക്കാം. സെറ്റ് ആണോ? ഇതിന്റെ സാധാ സെൽ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇപ്പുറത്ത് കോപ്പറും ഇപ്പുറത്ത് സിങ്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ സെൽ റെപ്രസെന്റേഷൻ എഴുതണം എന്നുള്ള കാര്യം. ഓക്കെ, സെറ്റ് ആണോ? അതൊന്ന് എഴുതി നോക്കട്ടെ, കാണാപ്പാടം ഒന്ന് കാണാണ്ടൊന്ന് എഴുതി നോക്കാം, എന്നിട്ട് എഴുതാൻ കിട്ടണോ നോക്കാം നിങ്ങൾ. ഓക്കെ, സെറ്റ് ആണോ? അപ്പൊ ഷീ എന്നുള്ള കാര്യം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? റെസിസ്റ്റൻസും പഠിക്കുന്നുണ്ട് നമ്മൾ, അതുപോലെ തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? കണ്ടക്ടൻസും പഠിക്കുന്നുണ്ട് അല്ലെ? കണ്ടക്ടൻസും പഠിക്കുന്നുണ്ട്, റെസിസ്റ്റൻസും പഠിക്കുന്നുണ്ട്. എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മെറ്റലിലൂടെ ഇലക്ട്രോൺസിന് സഞ്ചരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഒരു മെറ്റൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഭയങ്കര എളുപ്പമായിട്ടൊന്നും ആയിരിക്കില്ല എന്ത് പോകുന്നത്? മെറ്റൽസ് പോകുന്നത്. കുറച്ച് തടസ്സം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം അതിനെ? It is the hindrance to the flow of electrons. അല്ലെ, ഇലക്ട്രോൺസിന് സഞ്ചരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് തടസ്സമുണ്ട്. ആ തടസ്സത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ റെസിസ്റ്റൻസിനെ R എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണെന്ന് എനിക്ക് പറയാം. പറഞ്ഞൂടെ? കാരണം എന്താ? ഇത്രയും ലെങ്ത് ഉള്ള ഒരു മെറ്റലിലും തടസ്സം ഉണ്ടാവും, ഇത്രയും ലെങ്ത് ഉള്ള ഒരു മെറ്റലിലും തടസ്സം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെയും വരെയും പോകാനാണോ എനിക്ക് എളുപ്പം? അല്ലെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെയും വരെയും പോകാനാണോ എനിക്ക് എളുപ്പം? ഇവിടെ തൊട്ട് ഇവിടെയും വരെയും പോകാനല്ലേ എനിക്ക് എളുപ്പം അല്ലെ? ഇലക്ട്രോൺസിന് ഏതായിരിക്കും എളുപ്പം? ഇവിടെ തൊട്ട് ഇവിടെയും വരെയും പോണതായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ആയിരിക്കോ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുക? ഇവിടെ ആയിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുക? ഇവിടെയല്ലേ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുക? കാരണം എന്താ? ഇത്രയും ലെങ്ത് ഉള്ളപ്പോ അധികം വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട്, അധികം വലിയ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ട് ഇലക്ട്രോണിന് അവിടെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ലെങ്ത് കുറച്ചുകൂടെ കൂട്ടിയാൽ
കുറച്ചും കൂടെ ദൂരം വളരെ എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടി സഞ്ചരിക്കേണ്ടി വരും ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താണ്, ലെങ്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസും കൂടും, അതല്ലേ അതിനർത്ഥം അല്ലെ. ഇനി എനിക്ക് എന്ത് പറയാം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണെന്ന് പറഞ്ഞൂടെ. ഇത്രയും സ്ഥലത്തും ഇലക്ട്രോൺ ഉണ്ട്, ഇത്രയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, സൈസ് കൂടുമ്പോ ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യാം. സൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോണുകൾ തമ്മിലുള്ള റെസിസ്റ്റൻസ് കൂടും അല്ലെ. അപ്പൊ സൈസ് കൂടുമ്പോ റെസിസ്റ്റൻസ് കുറയും എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ. ഒരാൾ കൂടിയപ്പോ ഒരാൾ കുറഞ്ഞു, അപ്പൊ എന്താ അത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആരെന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ആരെന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പോ എനിക്ക് ഇക്വേഷൻ കമ്പൈൻ ചെയ്യുമ്പോ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എഴുതിക്കൂടെ, ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എഴുതാം, രണ്ട് ഇക്വേഷനെയും കമ്പൈൻ ചെയ്തിട്ട് അല്ലെ. എനിക്ക് പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റണം. അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആണ് ഞാൻ റോ. ഏത് കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നേ, റോ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് വന്നു. ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ റോ എന്താണെന്ന് ചോദിക്കണം നിങ്ങൾ. റോ എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റിവിറ്റി ആണ്. എന്താണ്, റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ആറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. റെസിസ്റ്റിവിറ്റി റോന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം മീറ്റർ ആണ്. ഓക്കെ, ഓം മീറ്റർ ആണ്. അങ്ങനെ എന്തെങ്കിൽ ഇവിടുന്ന് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനേഷൻ നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോ ലെങ്ത് 1 മീറ്റർ ആക്കി, ഏരിയ 1 യൂണിറ്റ് ഓഫ് ക്രോസ് സെക്ഷൻ ആക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുക, റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുക. കിട്ടിയാ ലെങ്ത് 1 മീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 യൂണിറ്റും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയാ, റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. കിട്ടിയാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കണ്ടക്ടൻസിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. റെസിസ്റ്റൻസിന്റെ നേരെ ഇൻവേഴ്സ് ആണ് ആര്, കണ്ടക്ടൻസ്. ഓക്കെ, കണ്ടക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ജി. കണ്ടക്ടൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ജി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, ജി എന്ന് പറയുന്നത് ആരെ തലതിരിച്ചിടുന്നതാണ്, റെസിസ്റ്റൻസിനെ തലതിരിച്ചിടുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാ, ജി ഈക്വൽ ടു റെസിസ്റ്റൻസിനെ തലതിരിച്ചിടണം അല്ലെ. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. റെസിസ്റ്റൻസ് തലതിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും, കണ്ടക്ടൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ജി ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണെടാ, ആർ ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ. അപ്പൊ റോ എൽ ബൈ എനെ നമ്മൾ തലതിരിച്ചിടാൻ പോവാണ്. റോനെ തലതിരിച്ചിടുമ്പോ 1 ബൈ റോ, എൽ ബൈ എനെ തലതിരിച്ചിടുമ്പോ എ ബൈ എൽ അല്ലേ. ഇനി ഇവിടെയുള്ള 1 ബൈ റോനെ നമ്മൾ വിളിക്കുന്നതാണ് കണ്ടക്ടിവിറ്റി വിച്ച് ഈസ് നോൺ ആസ് കാപ്പ. എന്താ പറയാ, കണ്ടക്ടിവിറ്റി വിച്ച് ഈസ് നോൺ ആസ് കാപ്പ. അപ്പൊ ഈ 1 ബൈ റോക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം, ജി ഈക്വൽ ടു കെ ഇൻറ്റു എ ബൈ എൽ എന്ന് എഴുതാം. കെ ഇൻറ്റു എ ബൈ എൽ, കെ ഇൻറ്റു എ ബൈ എൽ. അപ്പൊ ജി കാണാനുള്ള ഇക്വേഷൻ എന്താ, കെ ഇൻറ്റു എ ബൈ എൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ എന്തായിരിക്കും, ഏരിയ 1 യൂണിറ്റ് ക്രോസ് സെക്ഷനും ലെങ്ത് 1 മീറ്ററും ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്ടിവിറ്റി എന്ന് പറയാം. സെറ്റാണോ? ഏരിയ 1 യൂണിറ്റ് ക്രോസ് സെക്ഷനും ലെങ്ത് 1 മീറ്റർ ഡിസ്റ്റൻസും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനീഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, കണ്ടക്ടൻസ് ജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഇൻവേഴ്സ്, അപ്പൊ എന്ത് വരും, ഓം ഇൻവേഴ്സ് വരും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്ത് വരും, ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സെറ്റാണോ? ഓക്കെ, അപ്പൊ അത് നോക്കി പോണം കേട്ടോ, അവിടെ ചിലപ്പോ 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ,
അപ്പൊ നമ്മൾ നേരത്തെ കണ്ടക്ടിവിറ്റി പഠിച്ചു, അതുപോലെ തന്നെ കണ്ടക്ടൻസ് പഠിച്ചു, റെസിസ്റ്റൻസ് പഠിച്ചു, റെസിസ്റ്റിവിറ്റി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോളാർ കണ്ടക്ടിവിറ്റി എന്താണെന്നാണ്. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ മിസ് 2 ഇലക്ട്രോഡ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചേക്കാണ്. 1 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ലെങ്ത് കേട്ടാ. എന്താണ്? യൂണിറ്റ് ലെങ്ത്. ഇനി അതിന്റെ ഏരിയ എന്താണ്? യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. എന്താണ്? യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചേക്കുന്നത്. ഏരിയ എന്താണ്? 1 മീറ്റർ തന്നെയാണ്. ഒരു യൂണിറ്റ് ഏരിയ ആണ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ 2 ഇലക്ട്രോഡിന്റെയും ഇടയിൽ മിസ് എന്ത് ചെയ്യുക? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 മോൾ ആണെന്ന് വിചാരിക്കുക. എന്താണ്? 1 മോൾ. ഓക്കെ, അപ്പൊ 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെയാണ് എന്ത് പറയാ? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, 1 മോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുക. അത് എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക? കെപ്റ്റ് ബിറ്റ്വീൻ അല്ലെ? കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ്. കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഹാവിംഗ് എന്തൊക്കെയാണ്? യൂണിറ്റ് ലെങ്ത്തും അതേപോലെ തന്നെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സെറ്റാണോ? അപ്പൊ ഇവിടെ നോക്കുക, ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി അല്ലെ? 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അത്രയും പഠിച്ചു വെക്കുക. ഒന്നും കിട്ടില്ലെങ്കിൽ അത്രയും പഠിച്ചു വെക്കുക. 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് മോളാർ കണ്ടക്ടിവിറ്റി. ഓക്കെ, അത് എവിടെയാണ് വെച്ചിട്ടുണ്ടാവുക? 2 ഇലക്ട്രോഡുകൾക്കിടയിലാണ് വെച്ചിട്ടുണ്ടാവുക. ആ ഇലക്ട്രോഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് യൂണിറ്റ് ലെങ്ത്തും അതേപോലെ തന്നെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ എവിടെ? 2 ഇലക്ട്രോഡ്സ്. അവന്റെ പ്രത്യേകത ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പൊ അത് എത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മോളാർ കണ്ടക്ടിവിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ലാംഡ എം എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ലാംഡ എം എന്ന് പറഞ്ഞിട്ടാണ് ആരെ ഡിനോട്ട് ചെയ്യുക? മോളാർ കണ്ടക്ടിവിറ്റിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോ എനിക്ക് മോളാർ കണ്ടക്ടിവിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് കോൺസെൻട്രേഷൻ കുറച്ചാൽ മതി. കോൺസെൻട്രേഷൻ കുറയ്ക്കാന്ന് വിചാരിച്ചാ ഡൈല്യൂട്ട് ചെയ്യാം. ഡൈല്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വെള്ളം ചേർക്കാം. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഉപ്പ് വെള്ളത്തീത്ത ഉപ്പിന്റെ ടേസ്റ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണം എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ അതിനെ വെള്ളമൊഴിച്ച് എന്ത് ചെയ്യാം? നല്ലോണം ഡൈല്യൂട്ട് ചെയ്യാം. അപ്പൊ ഡൈല്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അവിടെ എന്ത് കൂടും? മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Variation of molar conductivity versus concentration for a strong and weak electrolyte are given below. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ പറഞ്ഞു മോളാർ കണ്ടക്ടിവിറ്റി എപ്പോഴാ കൂടാ? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ. പക്ഷെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും അത് വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടുപേരുടെ കേസിലും എന്തുണ്ട്? അത് വ്യത്യാസമുണ്ട്. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഇപ്പൊ KCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ KCl ഫുൾ ഇപ്പൊ 100 KCl എടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 ആൾക്കാർ എന്തായിട്ട് പോകും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് K+ഉം Cl- ആയിട്ട് പോകും. ഓക്കെ, പക്ഷെ അസിറ്റിക് ആസിഡ് പോലുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കണമെങ്കിൽ ഒരു 100 അസിറ്റിക് ആസിഡ് എടുത്താൽ ഒരു 10-70 എണ്ണം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും അതേപോലെ തന്നെ കിടക്കും. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോ കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ഒരു സ്ഥലത്ത് പോയിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിമുട്ടുന്നില്ല. ഗ്രാഫ് ഇങ്ങനെ പോവാണ്, കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണെന്നുണ്ടെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസാണെന്നുണ്ടെങ്കിലും രണ്ടും 2 രീതിയിലാണ് എന്താവുന്നത്? കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പോകുന്നത്? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയിട്ട് എവിടെയും കൂട്ടിമുട്ടുന്നൊന്നുമില്ല അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ 1 and 2 ആസ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഞാൻ പറഞ്ഞു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഗ്രാഫിൽ ചെന്ന് കൂട്ടിമുട്ടാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നോക്കിയടാ, ഫസ്റ്റ് 1 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഗ്രാഫിൽ വന്നിട്ട് കൂട്ടിമുട്ടുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് ആണ് ആര്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ ആരാ? അപ്പോ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ആള് കൂട്ടിമുട്ടില്ല, അതാണ് എന്ത്? വീക്ക് ഇലക്ട്രോലൈറ്റ്.
ഇനി ഇത് നോക്കി ഒരു ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞ് എഴുതിയേക്കണണ്ട, ലാംഡ എന്ന് എഴുതിയിട്ട് മുകളിൽ 0.m എഴുതിയേക്കണേ. അത് ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കുറച്ചു, കോൺസെൻട്രേഷൻ ഞാൻ കുറച്ച് 0 കോൺസെൻട്രേഷനിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ഞാൻ ഡൈലൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് ഞാൻ ആ ഉപ്പ് വെള്ളം കുടിച്ചു നോക്കിയപ്പോ ഉപ്പിന്റെ ടേസ്റ്റ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ അവിടെ 0 ആയി. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ 0 ആകുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി, ഇവിടെ കോൺസെൻട്രേഷൻ ഞാൻ 0 ആക്കി, അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി ഒരു പോയിന്റിൽ ചെന്ന് കൂട്ടിമുട്ടും. ആ പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, when concentration becomes 0, dilution become maximum, molar conductivity also tends to 0. It is known as, molar conductivity also become maximum. It is known as എന്തെന്ന് പറയാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, കോൺസെൻട്രേഷൻ വളരെയധികം കുറയ്ക്കുകയാണ് നമ്മൾ, കോൺസെൻട്രേഷൻ 0 ആക്കുകയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താ, ഡൈല്യൂഷൻ മാക്സിമം ആക്കാണ് അല്ലെ. കോൺസെൻട്രേഷൻ 0 എത്തിച്ചെന്ന് വിചാരിച്ചാൽ എന്താ, വെള്ളം കൂട്ടി കോൺസെൻട്രേഷൻ 0 എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഡൈല്യൂഷൻ മാക്സിമം ആക്കി. അപ്പൊ അവിടെ ആര് മാക്സിമം ആവും, മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആവും. ഓക്കെ, അപ്പൊ ഉണ്ടാവുന്ന മോളാർ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ബിക്കം എന്തെന്ന് പറയാം, കോൺസെൻട്രേഷൻ 0 വന്നു. കോൺസെൻട്രേഷൻ 0 വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഡൈല്യൂഷൻ മാക്സിമം ആയി എന്നല്ലേ അല്ലേ. കോൺസെൻട്രേഷൻ ബിക്കം 0 ആൻഡ് ഡൈല്യൂഷൻ ബിക്കം മാക്സിമം. അപ്പൊ ആര് മാക്സിമം ആവോടാ, മോളാർ കണ്ടക്ടിവിറ്റി ഓൾസോ ബിക്കം മാക്സിമം അല്ലെ. മോളാർ കണ്ടക്ടിവിറ്റി ഓൾസോ ബിക്കം മാക്സിമം. അപ്പൊ ഉണ്ടാവുന്ന മോളാർ കണ്ടക്ടിവിറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. ഈ 3 സാധനം പഠിച്ചു വെച്ചാൽ മതി. when concentration becomes 0, dilution become maximum, molar conductivity also become maximum. It is known as limiting molar conductivity. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എപ്പോഴും എക്സ്റ്റെൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആയിരിക്കും കർവ്ഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു, അയാളാണ് കോൾറാഷ്യസ്. ഓക്കെ, അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, കോൾറാഷ്യസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും, കോൾറാഷ്യസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കും. ഓക്കെ, ഒന്നുമില്ല, കോൾറാഷ്യസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മാത്രമല്ല സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആവട്ടെ ആവട്ടെ എല്ലാ ഇലക്ട്രോലൈറ്റിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നോക്കാം, എനിക്ക് കണ്ടത് KCl ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ KCl എങ്ങനെയാ ഡിസോസിയേറ്റ് ചെയ്യുക, K+ഉം Cl- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരുടെയും എന്ന് പറഞ്ഞാ K+ എന്ന് പറഞ്ഞ ആരാടാ, K+ എന്ന് പറഞ്ഞ ആരാ, K+ എന്ന് പറഞ്ഞ ആരാണ്, കാറ്റയോൺ ആണ് അല്ലെ. Cl- എന്ന് പറഞ്ഞ ആനിയോൺ ആണ്. അപ്പൊ കാറ്റയോണിന്റെയും ആനിയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ നമുക്ക് ടോട്ടൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് കാണാൻ പറ്റും. അതാണ് ആര് പറഞ്ഞത്, കോൾറാഷ്യസ് ലോ പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, എനിക്ക് കാണേണ്ടത് ലാംഡ നോട്ട് എം ഓഫ് KCl ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ KCl അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് K+ഉം Cl- ആയിട്ടാണ്. K+ എന്ന് പറഞ്ഞാൽ അത് കാറ്റയോൺ ആണ്, Cl- എന്ന് പറഞ്ഞാൽ അത് ആനിയോൺ ആണ്. അപ്പൊ കാറ്റയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും അതേപോലെ തന്നെ ആനിയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെയും സം എടുത്താൽ നമുക്ക് എന്ത് കാണാം, ഇലക്ട്രോലിറ്റിക് സൊല്യൂഷന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോ ലാംഡ നോട്ട് എം ഓഫ് KCl ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ലാംഡ നോട്ട് K+ പ്ലസ് ലാംഡ നോട്ട് Cl- ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് KCl കിട്ടും. അതാണ് ആര് പറയണേ, കോൾറാഷ്യസ് ലോയില് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് അല്ലെ, ഓരോ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ആ
ഇലക്ട്രോലൈറ്റിന്റെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ നമുക്ക് എന്ത് കാണാം? ഇലക്ട്രോലിറ്റിക് സൊല്യൂഷന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാം. കിട്ടിയോ? ഇനിയിപ്പോ നോക്കാം, ലാംഡ നോട്ട് എം ഓഫ് HCl ന്റെ ആണ് എനിക്ക് കാണണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? ലാംഡ നോട്ട് എം ഓഫ് H പ്ലസ് ലാംഡ നോട്ട് എം ഓഫ് Cl മൈനസ് ചെയ്താൽ നമുക്ക് അതിന്റെ കാണാൻ പറ്റും. അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ക്വാഡ്രാഷ്യസ് ലോ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെയോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കും? അവരെങ്ങനെയാണോ സ്പ്ലിറ്റ് ആയിരിക്കുന്നത്, ആ സ്പ്ലിറ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ കാറ്റയോണിന്റെയും ആനയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻറ്റയർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാനായിട്ട് പറ്റും. ഓക്കെ, സെറ്റാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ നോക്കിയേ, ലാംഡ നോട്ട് എം ഫോർ NaCl, HCl and NaSeആർ കുറച്ച് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് HACയുടെ ലാംഡ നോട്ട് എം ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, HACയുടെ ലാംഡ നോട്ട് എം ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? ലാംഡ നോട്ട് എം ഓഫ് HAC ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ? അപ്പൊ ഈ HAC എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക? ലാംഡ നോട്ട് എം ഓഫ് H പ്ലസും അതേപോലെ തന്നെ ലാംഡ നോട്ട് എം ഓഫ് AC മൈനസും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക അല്ലേ? അപ്പൊ ഇവിടെ നോക്കുമ്പോ കുറച്ച് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ? ഇതിൽ നമുക്ക് H പ്ലസും AC മൈനസും മാത്രമേ വേണ്ടൂ. Hനെ നമുക്ക് ഇവിടുന്ന് എവിടെ നിന്ന് കിട്ടും? HCl നിന്ന് കിട്ടും അല്ലെ? AC-നെ നമുക്ക് ഇവിടുന്ന് എവിടെ നിന്ന് കിട്ടും? NaC കിട്ടും അല്ലെ? അപ്പൊ HCl-ന്റെ വാല്യൂ നമുക്ക് എത്രയാ തന്നിട്ടുള്ളത്? ഇവിടെ 425.9 ആണ് എന്ത് തന്നിട്ടുള്ളത്? HCl-ന്റെ ലാംഡ നോട്ട് എം തന്നിട്ടുള്ളത് അല്ലെ? പ്ലസ് ലാംഡ നോട്ട് എം ഓഫ് AC ലാംഡ നോട്ട് എം ഓഫ് AC എന്ന് പറയുമ്പോൾ നമുക്ക് NaC എവിടെ നിന്നാ കിട്ടാ? NaC നമുക്ക് കിട്ടുന്നത് 425.9. ഓക്കെ, ഇനി ഇയാളുടെ വാല്യൂ എന്ന് പറയുമ്പോൾ HCl ആണ് അല്ലെ? ഇയാളെന്ന് പറയുമ്പോൾ ആരാ? NaC ആണ്. എനിക്ക് ആകെ ആരൊക്കെ മാത്രം മതി? H പ്ലസിനെയും AC-നെയും മാത്രമേ എനിക്ക് ഇവിടെ ആവശ്യമുള്ളൂ. എനിക്ക് ബാക്കി ആരൊക്കെ വേണ്ട? Na-നെയും Cl-നെയും ഇവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലാംഡ നോട്ട് എം ഓഫ് NaCl മൈനസ് ചെയ്യണം അല്ലെ? ഇത്രയും ആൾക്കാരിൽ നിന്ന് ലാംഡ നോട്ട് എം ഓഫ് NaCl മൈനസ് ചെയ്യണം. അപ്പൊ ലാംഡ നോട്ട് എം ഓഫ് NaCl-ന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 126.4. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 390.5 യൂണിറ്റ് പഠിച്ചു വെച്ചോട്ടാ. മോളാർ കണ്ടക്ടിവിറ്റി സീമെൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഒന്നുമില്ല, ആവശ്യമുള്ള ആൾക്കാരെ കൂട്ടാ, ആവശ്യമില്ലാത്ത ആൾക്കാരെ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യം ഇവിടെ ആരൊക്കെയായിരുന്നു? H പ്ലസിനെയും AC-നെയും ആയിരുന്നു ആവശ്യം. അതിൽ അധികപ്പറ്റായിട്ട് കയറി വന്നതാണ് Na-യും Cl-ഉം. അതിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് മൈനസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അത്രയുള്ള പ്രോബ്ലം. സിമ്പിൾ ആണ്ടാ. ഇനി അടുത്തൊരു കാര്യം, ഫാരഡേന്റെ ഫസ്റ്റ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഫാരഡേന്റെ ഫസ്റ്റ് ലോ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഞാനിപ്പോ ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് വരയ്ക്കാനായിട്ട് ഇവിടെ ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുമ്പോ അവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ സപ്ലൈ ചെയ്യണം. ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യണം. അപ്പൊ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തെടുക്കുന്നുണ്ട്? ഒരു സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. 2 ഇലക്ട്രോഡ്സ് എടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒരു സെല്ലും വരയ്ക്കുന്നുണ്ട്, കാരണം അവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യണം. അപ്പൊ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുമ്പോ ഈ സൊല്യൂഷൻ ഏതാണോ എടുക്കുന്നത് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആനോഡിലും കാഥോഡിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ? ആനോഡിലും കാഥോഡിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് ആനോഡിലും കാഥോഡിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റി കൂട്ടണം എന്ന് വിചാരിക്കുക, അളവ് കൂട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഇലക്ട്രിസിറ്റി കൂടുതൽ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി കൂട്ടിക്കൊടുത്താൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അളവ് കൂടും. അതേ ഇവിടെ പറയുന്നുള്ളൂ, ഫാരഡേ ഫസ്റ്റ് ലോയിൽ പറയുന്നുള്ളൂ.
ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാവട്ടെ ലിബറേറ്റ് ചെയ്യുന്നതാവട്ടെ അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഇലക്ട്രിസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇലക്ട്രിസിറ്റി കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ആവും. ഇലക്ട്രിസിറ്റി കുറവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കുറവ് എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ആവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ലോയിൽ പറയുന്നത്. എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് deposited or liberated at the electrode is directly proportional to the quantity of electricity flowing through the electrolyte. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അളവ്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും amount of substances deposited. Amount of substances deposited. സെറ്റ് ആണോ? ഓക്കെ, ഇനി ഫാരഡേ സെക്കൻഡ് ലോ നോക്കാം. ഫാരഡേ സെക്കൻഡ് ലോ നോക്കാം. ഫാരഡേ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഫാരഡേ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിസ് 2 ഇലക്ട്രോഡ്സ് എടുത്തു, ഒരു കോപ്പർ എടുത്തു, ഒരു സിങ്ക് എടുത്തു എന്ന് വിചാരിക്കാം. ഈ കോപ്പറിലും അതേപോലെ തന്നെ സിങ്കിലും മിസ് ഈക്വൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പാസ് ചെയ്തത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇലക്ട്രോഡ്സിൽ വന്ന ആരെങ്കിലും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ അളവ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? കെമിക്കൽ ഇക്വിവാലൻസിന് ഈക്വൽ ആണ്. എന്തിന് ഈക്വൽ ആണ്? കെമിക്കൽ ഇക്വിവാലൻസിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇക്വിവാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. എന്ത് പറയാം? ഇക്വിവാലന്റ് മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഓക്കെ, സെറ്റ് ആണോ? 2 ആൾക്കാർ എടുത്തു മിസ്. എ എന്ന് പറയുന്ന ആളെ എടുത്തു, ബി എന്ന് പറയുന്ന ആളെ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, എയില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസം ബിയില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസം എന്ന് പറഞ്ഞാൽ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇക്വാലന്റ് മാസ് ഓഫ് എക്കും ഇക്വാലന്റ് മാസ് ഓഫ് ബിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? മാസ് ഡെപ്പോസിറ്റഡ് അറ്റ് എ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? ഇക്വാലന്റ് മാസ് ഓഫ് എ. ഇക്വാലന്റ് മാസ് ഓഫ് എ. ഓക്കെ, ഞാനിവിടെ ബി കൊടുത്തിട്ടില്ലേ, അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത് ഇതാണ്. അപ്പൊ മാസ് ഡെപ്പോസിറ്റഡ് അറ്റ് എ ഡിവൈഡഡ് ബൈ മാസ് ഡെപ്പോസിറ്റഡ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വാലന്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഇക്വാലന്റ് മാസ് ഓഫ് ബി. എഴുതിക്കൂടെ? ഇക്വാലന്റ് മാസ് ഓഫ് ബി. ഓക്കെ, ഒരു ഇലക്ട്രോഡില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അളവെന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ ആൾക്കാരുടെ ഇക്വാലന്റ് മാസിന് ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഫാരഡേ ഫസ്റ്റ് ലോയില് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ നോക്കിയടാ, ഇവിടെ നോക്കിയേ. ഒരു ഇലക്ട്രോഡില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് അല്ലെ. അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാ പറഞ്ഞേ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഇവിടെ നോക്കിക്കോ, ക്യൂ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു IT ആണ്. IT എന്ന് പറഞ്ഞാൽ ടൈം ഇൻറ്റു കറന്റ്. ഓക്കെ, IT എന്ന് പറഞ്ഞാൽ ടൈം ഇൻറ്റു കറന്റ്. എനിക്ക് പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ എന്ത് കൊണ്ടുവന്നു? കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു, അതാണ് സെഡ്. അപ്പൊ ഇക്വേഷൻ എന്ത് വന്നു? M ഈക്വൽ ടു സെഡ് ക്യൂ എന്ന് വന്നു. എന്ത് വന്നു? M ഈക്വൽ ടു സെഡ് ക്യൂ എന്ന് വന്നു. സെറ്റ് ആണോ? M ഈക്വൽ ടു സെഡ് ക്യൂ. ഇനി സെഡ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. ആരാണ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് മിസ്സേ? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇക്വാലന്റ് മാസ് ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇനി ഇക്വാലന്റ് മാസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ അറിയണം. ഇക്വാലന്റ് മാസ് എന്ന് പറഞ്ഞാൽ atomic mass divided by valency. എന്താണ്? atomic mass divided by valency. Okay, atomic mass divided by valency. ഇനി ഇവിടെ നോക്കിയടാ, M ഈക്വൽ ടു സെഡ് ക്യൂ എന്ന് പറഞ്ഞ ആരാ? IT. അപ്പൊ M ഈക്വൽ ടു സിറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലെ. വെരി വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇത് പ്രോബ്ലത്തിൽ ചോദിക്കും.
ഓക്കെ, m equal to sit. അപ്പൊ അതിന്റെ വെച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയേ, a solution of CuSO4 is electrolyzed for 20 minutes with a current of 1.5 ampere. What is the mass of copper deposited at cathode? നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് മാസ് ആണ് അല്ലെ, കോപ്പർ എത്രത്തോളം ഡെപ്പോസിറ്റ് ആയി എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം m equal to sit ആണ് ഇക്വേഷൻ. സെറ്റ് കാണണം. I എത്രയും തന്നിട്ടുണ്ട് ഇവിടെ 1.5 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് ഇവിടെ 20 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 20 മിനിറ്റ്സ് അല്ലാതെ നമുക്ക് ഇവിടെ വേണ്ടത്, സെക്കൻഡ് ആണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാ, അപ്പോ അതിനെ into 60 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1200 സെക്കൻഡ് കിട്ടും. സെറ്റ് ആണോ? ഓക്കെ, ഇനി നമുക്ക് സെഡ് കാണാം. സെഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ നേരത്തെ പഠിച്ചേ, ഇക്വാലന്റ് മാസ് ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് അല്ലെ. ഇനി ഇക്വാലന്റ് മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചത്, ഇക്വാലന്റ് മാസ് പറഞ്ഞാൽ ആറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. ഇവിടെ ആറ്റോമിക് മാസ് എത്രയും തന്നിട്ടുണ്ട്, 63 തന്നിട്ടുണ്ട്. വാലൻസി എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ CuSO4 എങ്ങനെയാ സ്പ്ലിറ്റ് ആയിരിക്കുന്നത്, Cu2 പ്ലസും SO4 2 ആയിട്ട്. അപ്പൊ Cuന്റെ വാലൻസി എത്രയാണ്, Cu2 പ്ലസ് ആണ്. അപ്പൊ 63 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു 31.5 ആണ് കിട്ടാം. ഓക്കെ, അപ്പൊ ഇക്വാലന്റ് മാസ് നമുക്ക് 31.5 ആയിട്ട് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇക്വാലന്റ് മാസിന്റെ സ്ഥാനത്ത് എന്നിട്ട് കൊടുക്കാം, ഇവിടെ 31.5 എന്നിട്ട് കൊടുക്കാം, ഡിവൈഡഡ് ബൈ 96500. സെറ്റ് ആണോ? സെറ്റ് ആണോ? അപ്പൊ m എന്ന് പറഞ്ഞാൽ സിറ്റ് ആണ് ഇക്വേഷൻ. സെഡിന്റെ അവിടെ എന്തിട്ട് കൊടുക്കാം, 31.5 ഡിവൈഡഡ് ബൈ 96500 ഇട്ട് കൊടുക്കാം. അപ്പൊ m ഈക്വൽ ടു സെഡ് എന്താ, 31.5 ഡിവൈഡഡ് ബൈ 96500 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 1.5 ആണ്, T എന്ന് പറഞ്ഞാൽ 1200 ആണ്. 1200 ആണ്. ഇത് നിങ്ങൾ ഇക്വേഷനിൽ ചെയ്യാ, എന്നിട്ട് എന്ത് ചെയ്യാ, നേരെ കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഗ്രാമിൽ കിട്ടും. സെറ്റ് ആണോ? സെറ്റ് ആണോ? എളുപ്പമല്ലേ ഈ പ്രോബ്ലം? ഓക്കെ, ഇനി അടുത്തിലോട്ട് പോവാം. നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ കേട്ടാ, ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടെ ഉള്ളു ഇപ്പൊ കേട്ടാ. ഇനി ഫസ്റ്റ് സെക്ഷൻ നമ്മളിങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ സെല്ലിലോട്ട് വന്നു. സെല്ല് നമുക്കറിയാം, പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട് അല്ലെ. പ്രൈമറി സെല്ലിന്റെ പ്രത്യേകത എന്താണ്, അത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം, 4 ഓർക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇനി പ്രൈമറി സെല്ലിൽ വല്ല റിയാക്ഷൻ ഇൻവേഴ്സ് ആയിട്ട് നടക്കാനായിട്ട് പറ്റൂ ഇല്ല, നമുക്ക് ഇൻവേഴ്സ് ആയിട്ട് നടക്കാൻ പറ്റൂല അല്ലെ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ അവിടെ പോസിബിൾ അല്ല അല്ലെ. അതേസമയം സെക്കൻഡറി സെല്ലാന്നുണ്ടെങ്കിൽ ആലോചിക്കേ, ഫോണിന്റെ ചാർജ് തീർന്നു, നമ്മൾ കുത്തിയിടുന്നു, ചാർജ് കയറുന്നു. അപ്പോൾ റിയാക്ഷൻ എന്താണ്, റിവേഴ്സ്ഡ് ആക്കാനായിട്ട് പോസിബിൾ ആണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറെ എക്സാമ്പിൾ, കുറെ ഡിഫറൻസ് പറയാം. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും വെച്ച് ചോദിക്കുമ്പോൾ പ്രൈമറി സെൽ എന്ന് പറയുന്നത് ചീപ്പാണ് അല്ലെ. സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ എന്താണ്, കോസ്റ്റ്ലി ആണ്. അതേപോലെ തന്നെ പ്രൈമറി സെല്ലിന് എന്താ, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ ലോങ് ലൈഫ് സ്പാൻ ആണ് അല്ല. ഇതിൽ കൂടെ ഇതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയുന്നതാണ് അല്ലെ. പിന്നെ അതിന്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. പ്രൈമറി സെല്ലിന്റെ എക്സാമ്പിൾ ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ലാണ്. സെക്കൻഡറി സെല്ലിന്റെ എക്സാമ്പിൾ ലെഡ് സ്റ്റോറേജ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്താ പഠിക്കുന്നത്, സെക്കൻഡറി സെല്ലാണ് പഠിക്കണം. ഓക്കെ, സെറ്റ് ആണോ? ഇത് എന്തായാലും എളുപ്പമൊന്നും തള്ളിക്കളയരുത് കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കണതാണ്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവാം. ഡ്രൈ സെല്ലിന്റെ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു, ഓരോ സെല്ല് പഠിക്കുമ്പോഴും അതിന്റെ ആനോഡ്, കാഥോഡ്, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഡ്രൈ സെല്ലില് ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഡ്രൈ സെല്ലിന്റെ ഫിഗർ അല്ലെ. ഡ്രൈ സെല്ലില് ആനോഡ് ആരായിട്ട് എടുത്തിട്ടുള്ള സിങ്ക് കണ്ടെയ്നർ ആണ് ഇവിടുത്തെ ആനോഡ്. സിങ്ക് കണ്ടെയ്നർ ആണ് ആര്, ആനോഡ്. കാഥോഡ് ആരാണ്, കാഥോഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് കാർബൺ റോഡാണ്. ആ കാർബൺ റോഡിനെ ചുറ്റിപ്പറ്റി ആരുണ്ട്, MnO2 ഉണ്ട് അല്ലെ. അപ്പൊ കാഥോഡ് ആരാ ഇവിടെ, കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ MnO2. ഓക്കെ, ഇനി ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഏതാ, പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് MnO2. പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ്
MnO2. Sorry, a paste of NH4Cl and ZnCl2. Sorry, NH4Cl and ZnCl2. Okay. കുഴപ്പമുണ്ടാ? അപ്പൊ ആനോഡ് ഇത് കാണപ്പെടാൻ പഠിക്കാണ്ട് യാതൊരു വിധ നിവർത്തിയില്ല കേട്ടോ. സിങ്ക്, ഡ്രൈ സെല്ല്, മെർക്കുറി സെല്ല്, സിങ്ക് കാഡ്മിയം, അതുപോലെ തന്നെ ഫ്യൂൽ സെല്ലിലൊക്കെ റിയാക്ഷൻസ് കാണപ്പെടാൻ പഠിക്കാണ്ട് വേറെ നിവർത്തിയില്ല. മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആനോഡ് ആണ് ഇവിടുത്തെ സിങ്ക് കണ്ടെയ്നർ. കാർബൺ ഡോട്ട് സറൗണ്ടഡ് ബൈ MnO2 ആണ് ഇവിടുത്തെ കാഥോഡ്. പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ആനോഡിൽ എന്താ നടക്കുക? നമുക്കറിയാം, ഓക്സിഡേഷൻ ആണ് നടക്കുക. ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഓക്സിഡേഷൻ നടക്കും, ആറ്റം അയോൺ ആയിട്ട് മാറും. Zn2+ ആവും, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത്. ഓക്കെ, ഇനി കാഥോഡ് എന്ന് പറയുമ്പോ അവിടെ ആരൊക്കെ ഉണ്ട്? കാഥോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഒക്കെ ഇതിനെ ചുറ്റും ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അല്ലേ, പവർ ഒക്കെ അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ കാഥോഡ് എന്ന് പറയുമ്പോ കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ MnO2 ആണ്. അപ്പൊ ഇവിടെ MnO2 എന്ന് പറയുന്നത് നമ്മുടെ NH4Cl NH4+ റിയാക്ട് ചെയ്യും. എന്നിട്ട് അവിടെ MnOOH NH3 ഉണ്ടാക്കും. ഓക്കെ, MnO2 എന്ന് പറയുന്നത് NH4Cl NH4+ റിയാക്ട് ചെയ്തിട്ട് MnOH NH3 ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ, ഇതാണ് കാഥോഡ് റിയാക്ഷൻ. എല്ലാ ദിവസവും ഒരു 2 നേരം വെച്ച് നമ്മൾ ഫുഡ് കഴിക്കണ പോലെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സെറ്റാണോ? ഇത് കാണാപ്പാടം പഠിക്കാണ്ട് യാതൊരു നിവൃത്തിയില്ല. ഓക്കെ, ഇനി അടുത്ത സെല്ല് മെർക്കുറി സെല്ലാണ്. ഓക്കെ, മെർക്കുറി സെല്ലിലെ ആനോഡ് ആരാ? സിങ്ക് മെർക്കുറി അമാൽഗമാണ് ആനോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ പേസ്റ്റ് ഓഫ് KOH അതുപോലെ തന്നെ ZnO ആണ്. ഓക്കെ, ആനോഡ് റിയാക്ഷൻ ഇവിടെ നോക്കാം. ആനോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സിങ്ക് മെർക്കുറി അമാൽഗമാണ് ഇവിടുത്തെ ആനോഡ്. ഓക്കെ, അപ്പൊ സിങ്ക് മെർക്കുറി അമാൽഗം 2OH- റിയാക്ട് ചെയ്തിട്ട് ZnOയും H2Oയും അതേപോലെ തന്നെ 2 ഇലക്ട്രോൺസിനെ ഉണ്ടാക്കും. ഓക്കെ, ZnO പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺസ് ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത് കാഥോഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ HgOയും കാർബണും ഉണ്ട് അല്ലെ. ഈ HgO എന്ന് പറയുന്ന ആള് ഇവിടെ നിന്ന് ഈ H2Oനെയും 2 ഇലക്ട്രോൺസിനെയും അക്സെപ്റ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? Hg+2OH- ആയിട്ട് മാറും. ഓക്കെ, ഇനി ഓവറോൾ റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് ചെയ്താലോ? 2 ഇലക്ട്രോൺ വെട്ടിക്കളയാൻ ബാക്കി ആരാ ഉള്ളത്? സിങ്ക് Hg പ്ലസ് HgO gives ZnO പ്ലസ് Hg. ഇവിടത്തെ 2OH ഇവിടത്തെ 2OH മൈനസ് ചെയ്യാം, ഇവിടത്തെ H2Oയും ഇവിടത്തെ H2Oയും മൈനസ് ചെയ്യാം. അപ്പൊ ബാക്കി ഇവിടെ ആരുണ്ട്? Zn പ്ലസ് HgO gives ZnO പ്ലസ് Hg. ഓക്കെ, അതാണ് ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ലെഡ് സ്റ്റോറേജ് സെൽ. ഇതാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്. ഡ്രൈ സെല്ലും ലെഡ് സ്റ്റോറേജ് സെല്ലാണ് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലെഡ് സ്റ്റോറേജ് സെല്ലിലെ ലെഡ് ആണ് ആനോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഓഫ് ലെഡ് ഡയോക്സൈഡ് ആണ്. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 38% ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. കുഴപ്പമുണ്ടോ? ഓക്കെ, ഇനി റിയാക്ഷൻ നോക്കിയേ. ആനോഡ് ഇവിടെ ലെഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആനോഡ് PB എന്ന് പറയുന്ന ആള് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H2SO4 ആണ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡിലുള്ള SO4 ആയിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് അതെന്ത് ഫോം ചെയ്യും? PbSO4 പ്ലസ് 2 ഇലക്ട്രോൺസ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഓക്കെ, ഇനി ഗ്രിഡ് ഓഫ് ലെഡ് ഡയോക്സൈഡ് ആണ് കാഥോഡ്. അപ്പൊ ലെഡ് ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ PbO2. ഈ PbO2 എന്ത് ചെയ്യും? SO4 റിയാക്ട് ചെയ്യും. 4 H+ അയോൺസിനെയും ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള 2 ഇലക്ട്രോണിനെയും വാങ്ങിച്ചിട്ട് എന്നിട്ട് എന്തുണ്ടാക്കും? അത് PbSO4 പ്ലസ് 2 H2 ഉണ്ടാക്കും. ഓക്കെ, ഇനി ഓവറോൾ റിയാക്ഷൻ നോക്കിയേ. PB ഉണ്ട്, PbO2 ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കിടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ഇവിടെ നോക്കുമ്പോ PB ഉണ്ട്, ഈ PBനെ ഇവിടെ എടുത്ത് എഴുതി. ഓക്കെ, PbO2 ഉണ്ട്, ആ PbO2നെ ഇവിടെ എടുത്ത് എഴുതി. ഈ SO4ഉം ഈ SO4ഉം ഈ 4 H+ കൂടിയാണ് മിസ് എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? ഇവിടെ 2H2SO4 ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ആരുണ്ടടാ? PbSO4 ഉണ്ട്, ഇവിടെ PbSO4 ഉണ്ട്. ആ PbSO4നെ 2PbSO4 ആയിട്ട് എഴുതി. ഇനി ഇവിടെ ആരാ ഉള്ളത്? 2H2O അല്ലേ.
അല്ലെ 2H2O മാത്രമാണ് അവിടെ ഉള്ളത്. അതിന് നമ്മൾ ഇവിടെ എഴുതി. രണ്ട് ഇലക്ട്രോണിനെയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പൊ ഓവറോൾ റിയാക്ഷൻ എന്ത് വരും? Pb പ്ലസ് PbO2. ഓവറോൾ റിയാക്ഷൻ എന്ത് വരും? Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4 പ്ലസ് 2H2O. ഓക്കെ, അതാണ് ഓവറോൾ റിയാക്ഷൻ. ഇതെല്ലാം ഒരു ദിവസം 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻസ് സെല്ലാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവാനിക് സെല്ലാണ്. അതെന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ കമ്പഷൻ മൂലം ഉണ്ടാക്കുന്ന എനർജി ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹൈഡ്രജനും മീഥൈനും മെത്തനോള് പോലെയുള്ള ആൾക്കാരൊക്കെ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അതാണ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്പഷൻ മൂലം ഉണ്ടാക്കുന്ന എല്ലാവിധ എനർജിയെയും എന്ത് ചെയ്യും? അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ, മീഥൈൻ, മെത്തനോളിന്റെ അതേപോലെയുള്ള ആൾക്കാരുടെ എല്ലാത്തിന്റെയും കമ്പഷൻ മൂലം ഉണ്ടാകുന്ന എനർജികളെ എന്തിലോട്ട് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, fuel cells are the galvanic cell which convert the energy of combustion of fuels like hydrogen, methane, methanol etc. directly into electrical energy. ഹൈഡ്രജന്റെയും മീഥൈനിന്റെയും മെത്തനോളിന്റെയും ഒക്കെ കമ്പഷൻ മൂലമുണ്ടാകുന്ന എല്ലാ എനർജിയെയും അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്യൂവൽ സെൽ എന്ന് പറയാ. ഫ്യൂവൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, 2 ഇലക്ട്രോഡുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആനോഡിന്റെ ഭാഗത്തോട് നമ്മൾ ഹൈഡ്രജനെ കടത്തി വിട്ടു, കാഥോഡിന്റെ ഭാഗത്തോട് നമ്മൾ ഓക്സിജനെ കടത്തി വിട്ടു. ഓക്കെ, ഇവര് 2 പേരെ ഇങ്ങനെ കടത്തി വിട്ടു. അപ്പൊ ഇവിടെ കുറെ ഹോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ 2 ഇലക്ട്രോഡിന്റെ കൂടെ. അപ്പൊ ഈ ഹൈഡ്രജൻ ഇതിൽ കൂടെ പോവും, ഓക്സിജൻ ഇതിൽ കൂടെ പോവും. അവിടെ അഫ്കോഴ്സ് ഇലക്ട്രോലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ റിയാക്ഷൻ നടക്കും, H2O നടുക്ക് കൂടെ പോകും അല്ലെ. അപ്പൊ എപ്പോഴും ആലോചിച്ച് വെച്ചോ, ആനോഡിന്റെ ഭാഗത്താണ് എപ്പോഴും ഹൈഡ്രജൻ, കാഥോഡിന്റെ ഭാഗത്താണ് എപ്പോഴും ഓക്സിജൻ. ഓക്കെ, അപ്പൊ ആനോഡിന്റെ റിയാക്ഷൻ എന്താ? 2H2 പ്ലസ് 4OH മൈനസ് എന്തായിട്ട് മാറി? 4H2O പ്ലസ് 4 ഇലക്ട്രോൺ ആയിട്ട് മാറി. കാഥോഡിൽ എപ്പോഴും ഓക്സിജൻ ആണുള്ളത്. ആ ഓക്സിജൻ എന്താ സംഭവിച്ചത്? O2 പ്ലസ് ഇവിടെ നിന്ന് 2H2O വാങ്ങിച്ചു, 4 ഇലക്ട്രോണിനെയും വാങ്ങിച്ചു. എന്നിട്ട് എന്തായിട്ട് മാറിയത്? 4OH മൈനസ് ആയിട്ട് മാറി. ഓവറോൾ റിയാക്ഷൻ നമുക്ക് എഴുതി കൂടെ? ഈ 4 ഇലക്ട്രോൺ വെട്ടിക്കളയാ. ഇവിടുത്തെ 4OH മൈനസ്, ഇവിടുത്തെ 4OH മൈനസ് വെട്ടിക്കളയാ. ബാക്കി ആരാ അവിടെ ഉള്ളത്? 2H2 പ്ലസ് O2 gives 2H2O അല്ലെ. 2H2 പ്ലസ് O2 gives 2H2O. ഓക്കെ, സെറ്റ് ആണോ? ഇവിടത്തെ 4H2O ഇവിടത്തെ 2H2O വെട്ടിക്കളഞ്ഞു. സെറ്റ് ആണോ? ഇപ്പൊ ഓക്കെ, 2H2 പ്ലസ് O2 gives 2H2O. ഇതാണ് എന്ത് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കണം കേട്ടോ. എന്തായാലും എല്ലാ സെല്ലിന്റെ ഇക്വേഷനും കാണാപ്പെടാൻ പഠിച്ചു തന്നെ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും ഒരു 2 തവണ ഇരുന്ന് വായിച്ചു, അപ്പൊ നിങ്ങൾക്ക് കാണാപ്പെടാവും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, അടുത്ത ഇത്രയും കൂടെ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, എന്താണ് കൊറോഷൻ? കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് കുറച്ച് മെറ്റൽ എടുത്ത് പുറത്ത് വെക്കുകയെന്ന് വിചാരിക്കാം അല്ലെ. ആ മെറ്റൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ് തുരുമ്പ് പിടിച്ചത്? അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാവിധ ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയിസ്ചർ കണ്ടന്റും ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും അല്ലെ. അപ്പോ ഈ മെറ്റലിന്റെ മുകളിൽ ഓക്സൈഡ്സ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഓക്സൈഡ്സ് ഫോം ചെയ്യും. അപ്പൊ ബേസിക്കലി പറയുന്നുണ്ടെങ്കിൽ ആ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കൊറോഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാ കൊറോഷൻ ഉണ്ടാവുക? മെറ്റൽസ് ഓക്സിജൻ ആയിട്ട് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസിനായിട്ട് മോയിസ്ചർ കണ്ടന്റിനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് കൊറോഷൻ എന്താ നമുക്കറിയാം അല്ലെ. ഇരുമ്പ് തുരുമ്പ് പിടിക്കും അല്ലെ. ഇരുമ്പ് തുരുമ്പ് പിടിക്കും. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ നല്ല പാദസരമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പാദസരം കറുത്തു പോകും അല്ലെ. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്ന് പറയാം. എന്താ പറയാ? ടാർണിഷിംഗ് ഓഫ് സിൽവർ എന്ന് പറയും. ഇനി ഇത് നമുക്കറിയാം, കുറച്ച് നമ്മുടെ ഇങ്ങനെ എന്താ കോപ്പർ നമ്മുടെ നിലവിളക്കൊക്കെ ഇല്ലേ, നിലവിളക്കൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പച്ച കളർ സാധനം വരും അല്ലെ. ഒരു പച്ച കളർ സാധനം വരും. അതിനെയാണ് കോട്ടിംഗ് ഓഫ് ഗ്രീൻ കളർ കോട്ടിംഗ് ഓൺ കോപ്പർ സംതിങ് അല്ലെങ്കിൽ കോപ്പർ സബ്സ്റ്റൻസസ് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ പറയാ? റസ്റ്റിംഗ് ഓഫ് അയൺ. രണ്ടാമത്തത് ടാർണിഷിംഗ് ഓഫ് സിൽവർ. മൂന്നാമത്തത് എന്താണ്? കോട്ടിംഗ് ഓഫ് എ ഗ്രീൻ കളർ സബ്സ്റ്റൻസസ് ഇൻ കോപ്പർ സബ്സ്റ്റൻസസ്. ഓക്കെ, സെറ്റ് ആണോ? ഇനി
ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ്സ്. എന്ത് ഫോം ചെയ്യുന്നു? ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഓർ അതർ കോമ്പൗണ്ട്സ് of metal on its surface by the action of എന്തുകൊണ്ടാണ്? എയർ, വാട്ടർ വേപ്പർ, CO2 etc. എയറും വാട്ടർ വേപ്പറും CO2 ഒക്കെ മൂലം എന്ത് സംഭവിക്കുന്നു? ഒരു മെറ്റലിന് മുകളില് വേറെ വല്ല സബ്സ്റ്റൻസസ് വന്ന് കോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓക്സൈഡ്സോ രൂപപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കൊറോഷൻ എന്ന് പറയാം. ഈ കൊറോഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? മെറ്റൽ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാം? വല്ല പെയിന്റോ വാർണിഷോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആന്റി റസ്റ്റിംഗ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. അതും വെച്ചിട്ട് എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ സാക്രിഫിഷ്യൽ മെത്തേഡ് ഒക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓക്കെ, സെറ്റ് ആണോ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് സമ്മറി പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിന്റെ റിയാക്ഷന് പഠിക്കണം കേട്ടാ. റിയാക്ഷന് പഠിക്കണം. സെറ്റ് ആണോ? സെറ്റ് ആണോ? അപ്പൊ ഒരു 20 സ്ലൈഡ് ഉണ്ട്. ഈ 20 സ്ലൈഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നൊരു ദിവസം കാണാം. ഓക്കെ, അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ.